ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടി എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ട് അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ക്യാൻസർ വരുമോ എന്ന് ചോദിക്കുമ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഉത്തരം പറയാം. കാരണം നമുക്ക് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ടെക്നിക്കലി ഐ എം ടെല്ലിങ് എ റോങ് തിങ്, അല്ലെങ്കിൽ അവരോട് ഒരു ഫാൾസ് അഷുറൻസ് ആണ് കൊടുക്കുന്നത്. ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ആങ്സൈറ്റി കൂട്ടുന്നൊരു ആൻസറാണ് ഞാൻ കൊടുക്കുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുന്നേ വളരെ വിശദമായ ഒരു ജനറ്റിക് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഹെറിഡിറ്ററി ഹിസ്റ്ററി നമ്മൾ എടുക്കണം. അതിനുശേഷം ആ ഹിസ്റ്ററി ഒന്ന് അനലൈസ് ചെയ്ത ശേഷം ജനറ്റിക് കൗൺസിലിംഗ് ചെയ്യണം. ഇതിന് ശേഷമാണ് ശരിക്കുള്ള ഉത്തരം കൊടുക്കാൻ പാടുള്ളൂ. 18 വയസ്സുള്ള ഒരു കുട്ടി ഇത് ചെയ്യേണ്ടതുണ്ടോ? ഈവൻ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ തന്നെ പല ബന്ധുക്കൾക്കും ക്യാൻസർ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ പറയാം അവർ ചെയ്യേണ്ടതില്ല. കാരണം ഈ ടെസ്റ്റ് ചെയ്ത് അഥവാ BRCA ടെസ്റ്റ് അല്ലെങ്കിൽ BRCA ടെസ്റ്റ് പോസിറ്റീവായി വരികയാണെങ്കിൽ എനിക്ക് അവർക്ക് കൊടുക്കാൻ ഓപ്ഷൻസ് ഒന്നുമില്ല. എന്താണ് അവർക്ക് ഞാൻ പറയുക? ഇപ്പോൾ നിങ്ങൾ ഓവറി റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കുട്ടി കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, ആ കുട്ടിയുടെ ഫാമിലി ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. അത് മാത്രമല്ല, ഈ 18 വയസ്സ് തൊട്ട് 75 വയസ്സിനിടയിൽ എപ്പോഴോ ക്യാൻസർ വരുമെന്ന് ഉള്ള ഭയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ ഓവറി എടുത്ത് മാറ്റുകയാണ്. അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അവരോട് പറയുന്നത്, ഇങ്ങനെ അഥവാ ആരെങ്കിലും ചെയ്യാണ്, പൊതുവേ നമ്മൾ 18 വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് മാത്രമേ പറയുള്ളൂ. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ പോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് വഴി നോക്കി മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ മതി എന്ന് പറയും. അഥവാ അവർ ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ പോലും അവരോട് നമ്മൾ പറയുന്ന ഉപദേശം, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫാമിലി കംപ്ലീറ്റ് ആവാൻ, മാരേജിനെ പറ്റി ആലോചിക്കുക, ഫാമിലി കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം തിരിച്ചു വരൂ, നമുക്ക് അണ്ടാശയങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ആലോചിക്കാവുന്ന. ഇങ്ങനെയാണ് നമ്മളിതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഒറ്റ ഒരു ലൈനിലല്ല നമ്മൾ പോകുന്നത്. ആ ഒരു പേഷ്യൻറ്റിനെ അവരുടെ റിസ്ക് സ്ട്രാറ്റിഫൈ ചെയ്യുക, ആ റിസ്ക് സ്ട്രാറ്റിഫൈ ചെയ്ത ശേഷം അവർ ഏത് ഏജിലാണോ അവർക്ക് എന്ത് കൗൺസിലിംഗ് ആണോ കൊടുക്കേണ്ടത് അതിനനുസരിച്ചുമായിട്ടുള്ള ഒരു ടെസ്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്.